ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അബ്നോർമൽ ലോസിൻ്റെ പ്രോബ്ലമാണ്. ഇല്ലസ്ട്രേഷൻ 6.2.4 നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് 2000 kg അറ്റ് ₹10 per kg. ഒരു കൺസൈനിക്ക് എന്ത് ചെയ്യാണ്? ഗുഡ്സ് സെൻഡ് ചെയ്യാണ്. അത് 2000 kg എന്ന് പറഞ്ഞു. ഒരു kgക്ക് എത്ര വെച്ച്? 10 രൂപ വെച്ചാണ് ഈടാക്കിയിരിക്കുന്നത്. Expenses paid by the consignor include freight ₹1000 and insurance ₹600 രൂപ. ഒരു കൺസൈനർ എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്. ആ എക്സ്പെൻസ് ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ഫ്രൈറ്റ് 1000 രൂപയും ഇൻഷുറൻസ് 600 രൂപയാണ്. അതുമാത്രമല്ല 400 kg വേർ ഡിസ്ട്രോയിഡ് ഇൻ ട്രാൻസിറ്റ് ഡ്യൂ ടു ആൻ ആക്സിഡന്റ്. കണ്ടോ, ഒരു അപകടത്തിൽ വെച്ച് നമുക്ക് എന്തിട്ടുണ്ട്? 400 kgക്ക് എന്തിട്ടുണ്ട്? ട്രാൻസിറ്റ് സംഭവിച്ചിട്ടുണ്ട്, നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ നഷ്ടത്തിനകത്ത് ക്ലെയിം അഡ്മിറ്റഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി വാസ് ₹3000 രൂപ. കണ്ടോ, ഇൻഷുറൻസ് കമ്പനി നമുക്ക് ക്ലെയിം അംഗീകരിച്ചിട്ടുണ്ട്. എത്ര രൂപയാണ്? 3000 രൂപയാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ദ കൺസൈൻ സോൾഡ് 1400 kg അറ്റ് ₹40 per kg. കണ്ടോ, 2000 സാധനങ്ങൾ നമ്മൾ കൺസൈനിക്ക് അയച്ചല്ലോ. ആ 2000-നകത്ത് നമ്മൾ 1400 kg സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു kgക്ക് എത്ര വെച്ചാണ്? 40 രൂപ വെച്ചാണ് പറഞ്ഞു. ആൻഡ് ഇൻകർ ദ ഫോളോയിങ് എക്സ്പെൻസസ്. കൺസേണി വഹിച്ചിട്ടുള്ള എക്സ്പെൻസുകളാണ് അൺലോഡിങ് 400 രൂപയും, ഗോഡൌൺ റെന്റ് 1000 രൂപയും, സെല്ലിംഗ് എക്സ്പെൻസ് 600 രൂപയും. എന്നിട്ട് പറയാണ് പാസ് ജിയോമെട്രീസ് റിലേറ്റിംഗ് ടു ലോസ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ലോസ് ഇൻ ട്രാൻസിറ്റുമായി ബന്ധപ്പെട്ടുള്ള ജിയോമെട്രീസും, അതുമാത്രമല്ല അൺസോൾഡ് കൺസൈൻമെന്റ് സ്റ്റോക്കിന്റെ ബുക്സ് ഓഫ് ദി കൺസൈനറുടെ ബുക്കിനകത്ത് അൺസോൾഡ് കൺസൈൻമെന്റ് സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്യണം, കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ മനസ്സിലായി? ഒരു കൺസൈനർ 2000 kg കൺസൈനിക്ക് സാധനങ്ങൾ അയക്കുന്നുണ്ട്. ഒരു kgക്ക് 10 രൂപ വെച്ചാന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കൺസൈനറുടെ എക്സ്പെൻസിൽ കൊടുക്കുന്നുണ്ട്. ആ എക്സ്പെൻസ് ഉൾപ്പെടുത്തിട്ടൊക്കെയാണ് ഫ്രൈറ്റ് 1000 രൂപയും ഇൻഷുറൻസ് 600 രൂപയെന്ന് പറഞ്ഞു. അതുമാത്രമല്ല 400 kg വേർ ടെസ്സോയിഡ് ഇൻ ട്രാൻസിറ്റ് ഡ്യൂ ടു ആൻ ആക്സിഡന്റ്. കേട്ടോ, ഒരു അപകടത്തിൽ വെച്ച് നമുക്ക് 400 സാധനങ്ങൾ എന്തേലും ഗുഡ്സിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ട്രാൻസിറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ നാശനഷ്ട സംഭവത്തിനകത്ത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി 3000 രൂപ ക്ലെയിം അംഗീകരിച്ചിട്ടുണ്ട്. ദ കൺസൈൻ സോൾഡ് 1400 kg ₹40 per kg. 2000 kg അയച്ചിനകത്ത് 1400 kg ചെയ്തിട്ടുണ്ട്, 40 രൂപ വെച്ച് സാധനം വെക്കുന്നു. അതുമാത്രമല്ല കൺസൈൻ ചെയ്തിട്ടുണ്ട്, എക്സ്പെൻസ് വഹിച്ചിട്ടുണ്ട്. അൺലോഡിങ് 400, കോഡർ റെന്റ് 1000 രൂപയും, സെല്ലിംഗ് എക്സ്പെൻസ് 600 രൂപയും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ലോസ് ഇൻ ട്രാൻസിറ്റിന് ജ്വല്ലറീസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? അബ്നോർമൽ ലോസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അൺസോൾഡ് കൺസൈൻഡ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് ലോസ് ട്രാൻസിറ്റിന്റെ എൻട്രീസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ നോക്കി, കോസ്റ്റ് ഓഫ് 400 kg ലോസ് ഇൻ ട്രാൻസിറ്റ് അറ്റ് ₹10 per kg അല്ലേ? നമ്മൾ എത്രയാണ് സാധനങ്ങൾ അയക്കുന്നത്? 2000 kg സാധനങ്ങളാണ് അയക്കുന്നത് അല്ലേ? എത്രയാണ് നാശനം സംഭവിച്ചത്? 400 kg ആണ് അല്ലേ? അപ്പോൾ ഈ 400 kg എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത എന്താണ് പ്രൈസിന്റെ വിലയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കണ്ടല്ലോ കോസ്റ്റ് പ്രൈസിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് 400 kg ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് അറ്റ് ₹10 per kg. അപ്പോൾ 400 kgക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 2000 kgയുടെ ഒരു kgയുടെ വില വെച്ചാണ് 10 രൂപ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വില വേണം ഇന്നത്തെ ഉൾപ്പെടുത്താൻ. അപ്പോൾ 400 × 10 അപ്പോൾ എത്ര വരും? 4000 വരും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ആഡ് പ്രപ്പോർഷണൽ നോൺ റെക്കറിങ് എക്സ്പെൻസ്. അപ്പോൾ ആഡ് പ്രപ്പോർഷണൽ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 1600 ഡിവൈഡഡ് ബൈ 2000 × 400 അല്ലേ? 1600 എങ്ങനെ കിട്ടി? നമ്മൾ എത്രയാണ് സാധനങ്ങൾ അയക്കുന്നത്? 2000 kg ആണ് അല്ലേ? എത്ര നാശനഷ്ടം സംഭവിച്ചത്? 400 ആണ്. അപ്പോൾ 2000-നകത്ത് 400 പോകണം. ബാക്കി എത്ര വരും? 1600 വരും. അപ്പോൾ 1600 ഡിവൈഡഡ് ബൈ എത്രയാണ്? 2000. നമ്മൾ എത്ര അയച്ചിരിക്കുന്നത്? 2000. ആ 2000 ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇൻറ്റു എത്ര നാശനഷ്ടം സംഭവിച്ചത്? 400 ആണ്. അപ്പോൾ ഈ 400 ഏതാ ഉദ്ദേശിച്ചത്? 400 കണ്ടോ? അപ്പോൾ 1600 ഡിവൈഡഡ് ബൈ 2000 × 400 അപ്പോൾ എത്ര വരും? 320 വരും. എന്നിട്ട് 4000-ന് 320 കൂട്ടുമ്പോൾ എത്ര വരും? 4320. അതാണ് എന്ത് പറഞ്ഞത്? അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അബ്നോർമൽ ലോസിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 4320 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് എന്താണ്? അൺസോൾഡ് കൺസൈൻമെന്റ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ കാൽക്കുലേഷനോ വാല്യൂഷനോ അൺസോൾഡ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, കോസ്റ്റ് ഓഫ് 2000 kg അറ്റ് ₹10 per kg. ഒരു കൺസൈനർ 2000 kg ആണ് കൺസൈനിക്ക് അയക്കുന്നത്. എത്ര വെച്ച്? 10 രൂപ വെച്ച് അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് 2000 kg അറ്റ് ₹10 per kg. അതാണ് ഇവിടെ കാണിച്ചത് ഫസ്റ്റ് സെന്റൻസ്. കണ്ടല്ലോ?
അപ്പോൾ എത്ര വരും? 20,000 വരും. 2000-ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര വരും? 20,000 കിട്ടും. ഇനി എന്ത് ചെയ്യണം? ആഡ് നോൺ റെക്കറിങ് എക്സ്പെൻസ്, അതായത് പ്രയോറിറ്റി ലോസ്. കണ്ടോ, നഷ്ടം വരുന്നതിന് മുന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് നഷ്ടം വരുന്നതിന് മുന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആര് വയ്ക്കുന്ന കാര്യമാണ്? കൺസൈനർ ആണ് അല്ലേ. അതാണ് ലോസും ട്രാൻസിറ്റ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞേ, ആഡ് നോൺ റെക്കറിങ് എക്സ്പെൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് പ്രയോറിറ്റി ലോസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഫ്രൈറ്റും ഇൻഷുറൻസും. ഫ്രൈറ്റ് ഇൻഷുറൻസ് അല്ലേ 1000 600. അപ്പോൾ ഫ്രൈറ്റ് 1000 രൂപയും ഇൻഷുറൻസ് 600. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയും 1600. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയും 21,600. അതാണ് ടോട്ടൽ കോസ്റ്റ്. ഈ കിട്ടിയതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തൊട്ട് മുന്നേ കണ്ടു വെച്ചാൽ അബ്നോർമൽ ലോസിലെ ആ വാല്യൂ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്യണം. അപ്പോൾ ലെസ് വാല്യൂ അബ്നോർമൽ ലോസ് 4300. അപ്പോൾ കുറയ്ക്കുമ്പോൾ എത്രയും 17,280 വരും. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ചെയ്യാം വാല്യൂ റിമൈനിങ് 1600 kg ആണ്. അപ്പോൾ ഈ 1600 മീൻസ് എന്താണ്? 2000 ആണ് ടോട്ടൽ ഇടുന്നത്. അതിനകത്ത് 400 നാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2400 ബാക്കി എത്രയും 1600 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 1600 kg വന്ന നഷ്ടമാണ് 17,280. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അതിൻ്റെ താഴെ എന്ത് ചെയ്യണം? അടുത്ത കൺസൈനിയുടെ എക്സ്പെൻസ് ആണ് അല്ലേ. ആഡ് നോൺ റെക്കറിങ് എക്സ്പെൻസ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ആഫ്റ്റർ ലോസ് എന്താണ്? നഷ്ടം സംഭവിച്ചതിന് ശേഷമുള്ള റെക്കറിങ് എക്സ്പെൻസ്. അത് ആര് മാത്രമേ ഉള്ളൂ? അൺലോഡിങ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തോ പറഞ്ഞത്? അതാണ്ട് ഗോഡൗൺ റെന്റും സെല്ലിംഗ് എക്സ്പെൻസും സെയിൽസ്മാൻ സാലറി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്തിട്ട് ആര് മാത്രമേ ഉള്ളൂ? അൺലോഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? നോൺ റെക്കറിങ് എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ. എത്ര രൂപ? 400 രൂപ. ഈ 17,280 400 എന്ത് ചെയ്യണം? കൂട്ടി കാണിക്കണം. അപ്പോൾ എത്ര വരും? 17,680 വരും. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ പിടിക്കുക? പറഞ്ഞേ, 17,680 ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു 200 അല്ലേ. 17,680 എന്ന് പറഞ്ഞ ഏതാണ്? നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ച വാല്യൂ കണ്ടല്ലോ. ബൈ 1600 എന്ന് പറഞ്ഞ ഏതാണ്? ഓക്കെ, ഏത് 1600? താണ്ടി കണ്ടോ. അതായത് 2000-നകത്ത് 400 പോയിട്ട് അപ്പോൾ ബാലൻസ് നമ്പർ എത്ര? 1600. ആ 1600 ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻറ്റു 200 മീൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് നഷ്ടം വന്ന എത്രയാണ്? 1600 അല്ലേ. ഈ 1600-നകത്ത് എത്ര സെയിൽ ചെയ്തത്? 1400 kg അല്ലേ. അപ്പോൾ 1600-നകത്ത് 1400 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 200 വരും. ഓക്കെ അല്ലേ. അപ്പോൾ 17,680 ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു 200. അപ്പോൾ എത്ര ആൻസർ? നിങ്ങളത് പറഞ്ഞേ. 2210 വരും. 2210 വരും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കിട്ടി. കാൽക്കുലേഷനും വാല്യൂഷനും അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അബ്നോർമൽ ലോസ് എന്താണ്? 4,320. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേഷനും വാല്യൂഷനും അൺസോൾഡ് സ്റ്റോക്ക്. അത് എത്ര കണ്ടു വെച്ചാൽ 2210 കിട്ടി. ഓക്കെ അല്ലേ. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? കാൽക്കുലേഷൻ ഓഫ് ലോസ് ടു ബി ട്രാൻസ്ഫർ ടു പ്രോവിഡന്റ് ലോസ് അക്കൗണ്ട് അല്ലേ. നമുക്ക് കിട്ടിയ നഷ്ടമല്ലേ, ആ നഷ്ടം നമ്മൾ ചെയ്യണം പ്രോവിഡന്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അബ്നോർമൽ ലോസ് എത്ര ഉണ്ടായിരുന്നു? 4,320 ഉണ്ടായിരുന്നു അല്ലേ. എത്ര ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്തത്? 3000 രൂപയല്ലേ. അപ്പോൾ നമ്മൾ ലെസ് ക്ലെയിം അഡ്മിറ്റൻ എത്ര രൂപ? 3000 രൂപ. അപ്പോൾ നമുക്ക് എത്ര നഷ്ടം വന്നത്? 1,320 രൂപയാണ് നഷ്ടം വന്നത്. അത് നിങ്ങൾ ചെയ്യണം ബിഹാൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എത്ര നമുക്ക് നഷ്ടം? അബ്നോർമൽ ലോസ് വന്നത് 4,320 ആണ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് 3000 രൂപയാണ്. അപ്പോൾ രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്രയും 1,320 രൂപയാണ്. ആ എമൗണ്ട് ആണ് ബിഹാൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് ഡേറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡേറ്റ് കോളം ചെയ്യാം, ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ അല്ലേ. പിന്നെ പർട്ടിക്കുലേഴ്സ് LF ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട്. നിങ്ങൾ ആദ്യത്തെ നോക്കി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അതായത് ഗുഡ്സിന് ട്രാൻസിറ്റ് ലോസ് സംഭവിച്ച കാര്യമാണ് അല്ലേ. അതായത് അബ്നോർമൽ ലോസിന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എത്ര അബ്നോർമൽ ലോസിന്റെ വാല്യൂ കിട്ടിയത്? സോറി, അബ്നോർമൽ ലോസിന്റെ വാല്യൂ കിട്ടിയത് എത്രയായിരുന്നു? 4,320 ആണ് അല്ലേ. ഈ 4,320 ആണ് നമ്മളിതിൽ ഒന്നാമത്തെ ജോണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എൻട്രി പറഞ്ഞ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. എത്ര രൂപ? 4,320 രൂപ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് അബ്നോർമൽ ലോസ് വരുമ്പോഴുള്ള എൻട്രി ആണ്. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്? ഇൻഷുറൻസ് ക്ലെയിം ഇല്ലേ. അപ്പോൾ അതിൻ്റെ എൻട്രി പറഞ്ഞ് ഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട് ഡെബിറ്റ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്.
എത്ര ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരിക്കുന്നത്? 3000 രൂപയാണ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യണം? അബ്നോർമൽ ലോസായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോവിഷൻ ലോസ് പിന്നെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? അപ്പോൾ അത് എത്ര വാല്യൂ? 1300 അല്ലേ? അപ്പോൾ അതിൻ്റെ എൻട്രി നിങ്ങൾ പറഞ്ഞു പ്രോവിഷൻ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. എത്ര രൂപ? 1320 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അതുമാത്രമല്ല, ഈ വാല്യൂഷനോ അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എൻട്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവായിരുന്നു എൻട്രി? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. നമ്മൾ അവിടെ പഠിപ്പിച്ചപ്പോൾ നമുക്ക് അവിടുത്തെ എൻട്രിക്ക് ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇത് കൺസൈനറുടെ ബുക്കിൽ എഴുതുന്ന കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ കൺസൈനറുടെ ബുക്കിൽ എഴുതുമ്പോൾ കൺസൈൻ്റെ പേര് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺസൈൻമെന്റ് എഴുതാം അല്ലേ? അപ്പോൾ കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. എത്ര നമ്മൾ കണ്ടീഷൻ വാല്യൂ? 2210 രൂപയാണ്. കണ്ടോ? ഈ കിട്ടിയ വാല്യൂ ഇവിടെ എഴുതണം. അത് ഇവിടെ എഴുതണം. ഓക്കെ അല്ലേ? ഇവിടെ ഒരു വരയുണ്ട്, ആ വര ഇവിടെ എഴുതുന്നത്, ആ വര മാറ്റണം കേട്ടോ. ഇപ്പം എത്ര ഉള്ളൂ? അപ്പം മനസ്സിലായോ? ആദ്യം എഴുതിക്കുന്നത് അബ്നോർമൽ ലോസ് സംഭവിച്ച എൻട്രി, പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത എൻട്രി, പിന്നെ എന്ത് ചെയ്യണം? ആ എമൗണ്ട് എന്ത് ചെയ്യണം? ബിയാൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? അതായത് അബ്നോർമൽ ലോസ് ഇൻഷുറൻസ് ക്ലെയിം കുറച്ചിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണം? ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുവച്ച വാല്യൂഷൻ അൺസോൾഡ് സ്റ്റോക്ക്, അപ്പോൾ അതിൻ്റെ എൻട്രി ഇവിടെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഒരു പാടില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ.